ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ സൺഡേ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ശ്രീമോൾ എഴുന്നേറ്റിട്ടില്ല, എഴുന്നേക്കാനാവുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. മതി ഇറങ്ങി എഴുന്നേക്ക്. അമ്മ ഫാൻ ഓഫ് ചെയ്യണേ. വാ, ഇത് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടണ വാവേ. ബെഡ്ഷീറ്റ് വിരിച്ചിടും മോള്, നല്ല മോളല്ലേ. ബെഡ്ഷീറ്റ് വിരിച്ചിടോ. അങ്ങനെ ഞാൻ ഒരു വിധം ശ്രീമോളെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ആൾക്ക് മൂഡ് തോന്നിയാൽ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളും, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇന്ന് ക്യാപ്പിച്ചീനോ കോഫിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ സാധിച്ചത്. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കേട്ടോ, ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ വേറൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ബീറ്റർ ഓഫാക്കിയതിന് ശേഷം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 കപ്പിലേക്ക് പാല് ഒഴിച്ച് കൊടുക്കുക. നന്നായി തിളപ്പിച്ച പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ആയിപ്പോകരുത്, അപ്പോൾ നമുക്കിത് ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ പാലിൽ ചൂടുള്ള പാലിലൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇതുവരെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ്, വളരെ ഇഷ്ടമായി. അപ്പോൾ ഞാനും ശ്രീമോളും കൂടെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക, നല്ല സൂപ്പറാണ്. അങ്ങനെ ഇനിയിപ്പോൾ രാവിലത്തേക്ക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു, വെള്ളത്തിലിട്ടിട്ടുണ്ട് തലേദിവസം രാത്രി. അപ്പോൾ ഏതായാലും വിചാരിച്ചെന്നാൽ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പച്ചരി തേങ്ങയും ചോറും കൂടി അരച്ചെടുത്തതാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ലൂസാക്കുന്നില്ല, ഇതേപോലെ ഇങ്ങനെ കട്ടിക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെ. എന്നിട്ട് ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരിയും ചോറും തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തത്, പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോഴേക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ചായയൊക്കെ കുടിക്കുക. ശ്രീമോൾക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അലക്കിയിട്ടത് മേലെ കൊണ്ട് വിരിച്ചിടാൻ പോവാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശ്രീമോളാണെങ്കിൽ രാവിലെ മുതലേ ഇപ്പോൾ ടി വി കണ്ടിരിക്കുക ചെയ്യുക, ക്ലാസ്സൊന്നും ഇല്ലല്ലോ, പിന്നെ മഴയൊക്കെയാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ ടി വി കണ്ട് പിന്നെ പോയി കിടക്കും, ഇതൊക്കെ തന്നെ ആളെ പണി. അങ്ങനെ ഞാൻ മേലെ തുണിയൊക്കെ വിരിച്ചിടുക. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വിരിച്ചിടാറ്, പുറത്തും സിറ്റ് ഔട്ടിലും ഈ ഹോളിലൊക്കെ ഇങ്ങനെ വിരിച്ചിടും. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, നമ്മൾ ലീവുള്ള ദിവസമാണല്ലോ കുറേ അലക്കാനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മിഷനിലിട്ട് ഉണക്കിയാണ്. ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് പുറത്തിടാറില്ല മുറ്റത്ത്. അപ്പോൾ അങ്ങനെ വിരിച്ചിട്ട് വന്നതിൻ്റെ ശേഷം പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി രാവിലെ തന്നെ വറുത്തരച്ച് വെച്ചതുകൊണ്ട് പിന്നെ അതുകൊണ്ട് വേറെ കറികളൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നമുക്ക് പുറത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.